ഓരോ ക്രിസ്മസും സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും കൂടിയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ആഘോഷങ്ങളിൽ ഒപ്പം ചേരാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഓണവും ക്രിസ്മസും എല്ലാം ഒരുപോലെയാണ്. അത്തരമുള്ള അശരണരായ, ആലംബഹീനരായ കുറച്ച് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ 24 ശ്രമിക്കുകയാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് നമ്മുടെ ടീം കടന്നു ചെന്നു. കൊച്ചിയിലെ ചിത്രപ്പുഴ തബിത സെൻറ്റർ അഗതി മന്ദിരത്തിലേക്ക് ബിബിൻ സി വിജയനും അതുപോലെ കോഴിക്കോട് ഫ്രീ ബേർഡ് ഹോമിലേക്ക് ദീപക് തിരുമടവും ചെല്ലുകയാണ്. ആദ്യം ബിബിൻ സി വിജയനിലേക്ക്. ബിബിൻ, എവിടെയായി നിൽക്കുന്നത് ബിബിൻ? SKN ഇപ്പോൾ ചിത്രപ്പുഴ തബീത സെന്ററിലാണ് നമ്മളുള്ളത്. നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഈ അച്ഛനമ്മമാരൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ക്രിസ്മസ് 24 ഇതാ ഈ കൊച്ചിയിൽ ഇവർക്കൊപ്പം കൂടി ആഘോഷിക്കുകയാണ്. അവർക്കുള്ള കേക്കുകളൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് ഓരോരുത്തർക്കും നമ്മൾ നൽകുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇവിടെ കരിങ്ങാച്ചിറ കത്തീഡ്രലിന്റെ കീഴിലാണ് ഈ സ്ഥാപനം വരുന്നത്. അപ്പോൾ ഫാദർ ടിജോ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ സന്തോഷം. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 24 ചാനൽ ഈ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ ഈ തബിത സെൻറ്ററിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ അമ്മമാരോടും അച്ഛന്മാരോടുമൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നു. അതിയായ സന്തോഷമുണ്ട്. തബിത സെൻറ്ററിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഇത്തരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 24 ടീമിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. അതോടൊപ്പം SKN ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫാദർ, താങ്ക് യു. നമുക്കൊരു കേക്ക് മുറിക്കാം അല്ലേ? സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കേക്ക് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യാം. യെസ് SKN, അപ്പോൾ ഇവർക്കൊപ്പം നമ്മളും ആഘോഷിക്കുകയാണ് ഈ ക്രിസ്മസിന്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എത്തുകയും ഇവർക്കൊക്കെ തന്നെ ആശംസ നേരുകയും ഈ ഒരു ചെറിയ സമ്മാനം നൽകിക്കൊണ്ട് ഈ ഒരു ഏറ്റവും നല്ലൊരു ദിവസം തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ കേക്ക് നൽകിക്കൊണ്ട് തന്നെ അവരോടൊപ്പം ആ മധുരം പങ്കിടുകയാണ്, ക്രിസ്മസിൻ്റെ മധുരം പങ്കിടുകയാണ്. ഇതുപോലുള്ള ഓരോ കൂട്ടായ്മകളിലും അത്രത്തോളം സന്തോഷം നിലനിൽക്കേണ്ട ഒരു ദിവസം ആണ് ഇന്ന്. ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെയാണ്. ഇന്നലത്തെ ആ ഒരു നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ആ കുളിരുള്ളൊരു രാവിലെ തന്നെ ഈ വിശുദ്ധിയുടെ ഒപ്പം തിരുപ്പിറവിയുടെയൊക്കെ സന്ദേശവുമായി ക്രിസ്മസിൻ്റെ ഓരോ മുക്കും മൂലയും ക്രിസ്മസിൻ്റെ ആഘോഷത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ കടന്നിരുന്നു. ആ കൂട്ടത്തിൽ ഇപ്പോൾ തബീസ സെന്ററിലേക്ക് 24 എത്തുന്നു. ആ സന്തോഷം ഇവർക്കൊപ്പം കൂടി ഈ ദിനത്തിൽ നമ്മൾ പങ്കിടുകയാണ്. SKN, ആ തബിത മന്ദിരത്തിലെ ഫാദറിനോട് എൻ്റെ അന്വേഷണം കൂടി പറഞ്ഞേക്കൂ ബിബിൻ സി വിജയൻ. ഇനി കോഴിക്കോട്ടേക്ക് ഫ്രീ ബേർഡ് ഹോമിലാണ് ദീപക് തർമുള്ള. ദീപകിൻ്റെ വിവാഹ വാർഷിക ദിവസം കൂടിയാണിത്. ഒരു കേക്ക് ഭാര്യയ്ക്ക് കൈമാറുന്നു. ദീപക് ഇത് മാത്രമല്ല, ഈ ആൾക്കാർ ഒരടക്കം പറയുന്ന കാര്യമുണ്ട്. ദീപക് ഈയിടെയായിട്ട് കുറച്ച് നേരെയായിട്ടുണ്ടെന്ന്, കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചു. പറയൂ ദീപക്. എൻ്റെ ദൈവമേ. SKN, താങ്ക് യു SKN, താങ്ക് യു. വിഷസിന് നന്ദി. SKN, ഈ ക്രിസ്മസ് ദിനത്തിൽ സ്നേഹവും ചേർത്ത് പിടിക്കലുമാണല്ലോ ക്രിസ്മസിൻ്റെ സന്ദേശം തന്നെ. അതിൻ്റെ ഭാഗമായാണ് SKൻ്റെ നേതൃത്വത്തിൽ 24 ടീം ഇന്ന് അനാഥ മന്ദിരങ്ങളിലേക്ക്, അതായത് ഈ ക്രിസ്മസ് ദിനത്തിലും ആഘോഷങ്ങൾ അന്യമാകുന്നവരിലേക്ക് നമ്മൾ എത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് കോഴിക്കോട്ടെ ഫ്രീ ബേർഡ് ഹോമിലാണ്. ഇതാ ക്യാമറമാൻ വിഷ്ണു ഒന്ന് പാൻ ചെയ്താൽ കാണാം ഉല്ലാസമുറ്റം. SKN ഇവിടുത്തെ ഒരു പ്രത്യേകത, അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കുന്ന, അവരുടെ കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് അവരെ ഇവിടെ തന്നെ താമസിപ്പിച്ച് സംരക്ഷിക്കുന്ന കോഴിക്കോട് നഗരത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഓഫനേജ് ആണിത്. ഇതിനെ ഓഫനേജ് എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. കാരണം ഇവർ അത്രയും മേൽ പരിഗണന നൽകിക്കൊണ്ട് കുട്ടികളെ വളർത്തുകയാണ്. ഇവിടുത്തെ ഒരു പരിമിതി, നിയമപരമായ പരിമിതി, കുട്ടികളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ ബേർഡ് ഹോമിൻ്റെ ചുമതലക്കാർ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവർക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള മധുരം, ക്രിസ്മസ് മധുരം, SKN കൊടുത്തയച്ച കേക്ക് നമ്മൾ അവർക്ക് കൈമാറുകയാണ്, ഈ മുതിർന്നവർക്ക് കൈമാറുകയാണ്. സമീറ, ഇതെല്ലാം നമ്മളെ കുട്ടികൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ചേച്ചി, അപ്പം ഇവിടുത്തെ കുട്ടികളെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ 24 കാണാറുള്ള ആളായിരിക്കും. നമ്മൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ ചേർത്ത് പിടിക്കലാണ്, സ്നേഹമാണ്. ഈ കുട്ടികൾക്ക് സ്നേഹം എത്തിക്കാനാണ് ഇവിടെ എത്തിയത്. അതെ, നമുക്ക് എന്താ പറയുക, കുട്ടികൾക്ക് സ്നേഹം ഒരു മാറ്റി പറയൂ ചേച്ചി. കുട്ടികൾക്ക് സ്നേഹമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ പേരെന്താണ്? സതി. SKN, ഈ ചേച്ചിക്ക് നമുക്ക് ഒരു ഹാപ്പി ക്രിസ്മസ് പറയേണ്ടതുണ്ട്. കാരണം എന്താ പറയുക, ഇവിടുത്തെ അനാഥ ബാല്യങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ചേച്ചിയുടെ നാട് എവിടെയാണ്? 24 കാണലുണ്ടോ? ആണല്ലേ, ചാനലൊന്നും കാണാറേയില്ല. ഇവിടെ ഈ കുട്ടികൾക്കൊപ്പമാണ് അവർ താമസിക്കുന്നത്. ഈ ഒരു വേളയിൽ കുട്ടികൾക്കൊപ്പമുള്ള ഒരു ജീവിതമാണ്. എന്താണ് തോന്നുന്നത്?
അതായത് നമുക്ക് നിലവിലുള്ള കുട്ടികളെന്ന് പറയുന്നത് ശ്രദ്ധയും സംരക്ഷണം ആവശ്യമായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് വരുന്ന എല്ലാ കുട്ടികളും തന്നെ കുടുംബത്തിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനത്തിന് ഇരയാക്കപ്പെട്ട കുട്ടികളൊക്കെയാണ് നമുക്ക് ഇവിടെ സംരക്ഷണത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരെ അവർക്കെല്ലാം കൂടി ഒരു ഹാപ്പി ക്രിസ്മസ് പറയാം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും കൂടി നമ്മളൊരു ഹാപ്പി ക്രിസ്മസ് പറയുന്നു. സമീർ, സുമേഷ്, എല്ലാവരും. SKN ഈ അനാഥ ബാല്യങ്ങൾക്ക് വേണ്ടി ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. ആതിര സുഹിത്തുപുരം ധർമ്മടത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയില്ലല്ലോ. കല്യാണം കഴിച്ച ദീപക് പറയുന്ന 1 കൊല്ലമായിരുന്നു. ആതിരയ്ക്കാണോ അറിയാവുന്നത്? എന്ത് പരിപാടിയാണ്! ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.